ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഡിയം അയോൺ ബാറ്ററി ടെക്നോളജിയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിച്ചു. ഇത് വൈദ്യുത വാഹന മേഖലയിലും മൊബൈൽ രംഗത്തുമൊക്കെ തന്നെ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നുള്ള രീതിയിലാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിലെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും രൂപകൽപ്പന ചെയ്തു എന്നുള്ളതുകൊണ്ടും ഇത് നിലവിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യാനെടുക്കുന്ന സമയത്തേക്കാൾ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ടും ഉൾപ്പെടെ പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളാണ് ചൈന ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ലോകത്തെമ്പാടുമായിട്ട് അഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്കാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ് സയൻറ്റിഫിക് റിസർച്ചിലെ ഒരു കൂട്ടം ഗവേഷകർ പുതിയ ഒരു കണ്ടെത്തലുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സോഡിയം അയോൺ ബാറ്ററി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ലിഥിയം അയോൺ ബാറ്ററികളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്, ഈ പറയുന്ന രീതിയിലുള്ള മേന്മകൾ നിലവിൽ സോഡിയം അയോൺ ബാറ്ററിക്ക് ഉണ്ടോ? അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വാർത്തയുടെ പിന്നിലെ പ്രാധാന്യവും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒട്ടേറെ അറിവുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം ലളിതമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഊർജം അല്ലെങ്കിൽ വൈദ്യുതി സംഭരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പെട്ടി പോലെയാണിത്. അതായത് ഒരുതരം ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ പെട്ടിക്കകത്ത് വൈദ്യുതി നിറയ്ക്കുന്നു, പിന്നീട് ആ ഒരു വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അത് കാർ ഓടിക്കാനും മൊബൈൽ വർക്ക് ചെയ്യിക്കാനും കളിപ്പാട്ടം ഉപയോഗിക്കാനും ലാപ്ടോപ്പ് ഉപയോഗിക്കാനും എന്തിനു വേണ്ടിയും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു പ്രത്യേക ഊർജ്ജ സംഭരണിയായിട്ട് നമുക്ക് സോഡിയം അയോൺ ബാറ്ററിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി ഈ സോഡിയം അയോൺ ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്ന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഒരു ഘടനയാണ്. ഒന്നാമതായി, സാൻഡ്വിച്ചിന് 2 ബ്രെഡ് കഷ്ണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മീറ്റ് അല്ലെങ്കിൽ വെജ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വയ്ക്കും. ഈ ബ്രെഡ് കഷ്ണങ്ങളെയാണ് ബാറ്ററിയുടെ 2 ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തരുന്ന കാഥോഡും ആനോഡും വരുന്നത്. അപ്പോൾ ഈ 2 ബ്രെഡ് കഷ്ണങ്ങളെ നമ്മൾ സാധാരണ ബാറ്ററിക്കകത്തുള്ള നെഗറ്റീവും പോസിറ്റീവും പാർട്ടുകളായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നെഗറ്റീവ് വൈദ്യുതി തരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് വശമായിട്ടുള്ള ആനോഡുണ്ട്. ഇത് ഹാർഡ് കാർബൺ പോലെയുള്ള വസ്തു കൊണ്ടാണ് സാധാരണ ബാറ്ററിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാർബൺ എന്ന് പറയുമ്പോൾ പെൻസിലിൻ്റെ മുനയിലുള്ള കറുത്ത വസ്തുവില്ലേ, പക്ഷേ അതിനേക്കാൾ പ്രത്യേകമായി നിർമ്മിച്ചെടുത്തതും ഉറപ്പുള്ളതുമായിട്ടുള്ള ഗ്രാഫൈറ്റാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനോഡ് സോഡിയം ആറ്റങ്ങളെ പിടിച്ചു നിർത്തുന്നു എന്നുള്ള ജോലിയാണ് ആ ഭാഗത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രെഡ്, അതായത് ചെറിയ സോഡിയം കാറുകൾ നിറഞ്ഞ ഒരു പാർക്കിംഗ് സ്ഥലത്ത് സങ്കല്പിക്കുക. രണ്ടാമതായി, സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് മീറ്റ് ആയിരിക്കാം, വെജിറ്റബിൾ ഫില്ലിങ്സ് ആയിരിക്കാം. ഇതാണ് സത്യത്തിൽ ഈ ഒരു ബാറ്ററിക്കകത്തുള്ള 2 ആനോഡിനും കാഥോഡിനും ഇടയ്ക്കുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്. അഥവാ നമ്മൾ പാർക്കിംഗ് സ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അയോണുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചാർജുള്ള കണികകൾ സഞ്ചരിക്കുന്ന ഹൈവേ, റോഡ് മുറിച്ച് കിടക്കുന്ന പോലെ ആലോചിച്ചാൽ മതി. ഇത് ചീസ് പോലെയുള്ള കട്ടിയായൊരു ഫില്ലിങ്ങൊന്നും അല്ല, മറിച്ച് പ്രത്യേക തരത്തിലുള്ള ദ്രാവകമോ ജെല്ലിയോ ആണ്. ഇനി സോഡിയം അയോണുകളെ ഇതിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെൻറ്റർ ഭാഗത്തുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ജോലി. അതായത് അവയ്ക്കകത്ത് മാത്രമുള്ളൊരു ഹൈവേ ആണ്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഈ ഇലക്ട്രോലൈറ്റ് ഹൈവേ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്ന ചെറിയ വൈദ്യുത കണങ്ങളെ കടത്തിവിടില്ല. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, ഒരിടത്ത് ആനോട്, ഒരിടത്ത് കാഥോഡ്, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കാണ് ചാർജ് സഞ്ചരിക്കേണ്ടത്. പക്ഷേ കടത്തി വിടാത്ത ഒരാളെന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതിന് പകരം സോഡിയത്തിൻ്റെ അയോണുകൾ മാത്രമേ ഈ നടുക്കുള്ള ഹൈവേ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിലേക്ക് കടന്നു പോകൂ. ഇനി 2 വരി പാതയാണെങ്കിൽ നടുക്ക് എപ്പോഴും 2 പാതകളും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനും ഓവർടേക്ക് ചെയ്യാതിരിക്കാനും ഒരു സെപ്പറേറ്റർ ഉണ്ടാവുമല്ലോ റോഡിൽ. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ ഒത്ത മധ്യഭാഗത്തായിട്ട് സെപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സുരക്ഷാ വേലിയുണ്ട് അല്ലെങ്കിൽ പാളിയുണ്ട്. ഇത് വളരെ നേർത്ത ഒരു ഷീറ്റാണ്. ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ള ഒരു പ്രത്യേക കടലാസ് പോലെ ഇരിക്കും. അപ്പോൾ എന്തിനാണിത്? നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും പരസ്പരം തട്ടാതെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ജോലി. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ തീ പിടിക്കുന്നത് തടയുന്നു. എങ്കിലും ഈ ഒരു കടലാസ് സെപ്പറേറ്ററിനിടയിൽ ചില ദ്വാരങ്ങളുണ്ടായിരിക്കും. ഈ ദ്വാരങ്ങളിലൂടെ ഒറ്റയാളെ കടന്നു പോകും. അത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട സോഡിയം അയോണുകളാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിന് കടന്നു പോകാൻ പാകത്തിലുള്ളത്ര വലിപ്പമുള്ള ദ്വാരങ്ങളുണ്ട്. ഇനി 4ാമതായിട്ടാണ് സാൻഡ്വിച്ചിൻ്റെ നമ്മൾ പറയാത്ത ഭാഗം, അതായത് പോസിറ്റീവ് ചാർജുള്ള ബ്രെഡ് അഥവാ കാനോഡ്. ഈ ഭാഗം ഇരുമ്പടങ്ങിയ ഒരു വസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അയോൺ ഫോസ്ഫേറ്റ്, അയോൺ ഓക്സൈഡ് അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂ അനലോഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ക്രിസ്റ്റൽ ഘടനയുള്ള പദാർത്ഥം കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സോഡിയം അയോണുകളെ സ്വീകരിച്ച് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി.
ഞാൻ പറഞ്ഞത് സ്ട്രക്ചറാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത കമ്പാരിസണിലേക്ക് വരികയാണ്. ഒരു 2 വരി പാത, നടുക്കൊരു സെപ്പറേറ്റർ, ഇടതുവശത്തൊരു പാളി, വലതുവശത്തൊരു പാളി. ഈ 2 പാളികൾക്കും ഇടയിൽ കടന്നു പോകാൻ പറ്റുന്ന ഹൈവേയുമുണ്ട്, നടുക്കൊരു സെപ്പറേറ്ററുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതും ബാറ്ററിയും തമ്മിലുള്ള പ്രവർത്തനത്തെ കമ്പയർ ചെയ്യുക? ആനോഡെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അവിടെ ഇരിക്കുന്നത് സോഡിയത്തിൻ്റെ ആറ്റങ്ങളാണ്. സോഡിയത്തിൻ്റെ ആറ്റം എന്ന് പറയുമ്പോൾ ന്യൂട്രലാണ്. അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വൈദ്യുതി ഉണ്ടാകുന്നത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഫുള്ളായിരിക്കുന്ന സമയത്ത് ആനോഡിനുള്ളിൽ മുഴുവൻ സോഡിയം ആറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ആനോഡിൽ നിന്നൊരു സപ്ലൈ എടുത്തിട്ട് നമ്മളൊരു കളിപ്പാട്ടത്തിലോ കാറിൻ്റെ മോട്ടോറിലോ ബാറ്ററിയിലോ കൊടുത്തിട്ട് തിരിച്ച് കാഥോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ആനോഡിൽ നിന്നും ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് നമ്മുടെ സർക്യൂട്ടിലൂടെ കയറി ആ ഒരു വാഹനമാണെങ്കിൽ വാഹനം, ടോയ് ആണെങ്കിൽ ടോയ്, അതിനെ പ്രവർത്തിപ്പിച്ചിട്ട് പോസിറ്റീവ് സൈഡായിട്ടുള്ള കാഥോഡിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററിയിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി എടുത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇതാണ് പുറത്ത് നടക്കുന്ന കാര്യം. അപ്പോൾ പുറത്തുകൂടി ഒഴുകേണ്ടത് ഇലക്ട്രോൺസാണ്. അപ്പോൾ അകത്ത് എന്ത് സംഭവിക്കണം? ഞാൻ പറഞ്ഞില്ലേ, ഈ ആനോഡ് ഒരു സോഡിയം ആറ്റങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. അതിന് ഡ്രൈവറുള്ള വാഹനമായിട്ട് കണക്കാക്കാം, ഡ്രൈവറിനെ ഇലക്ട്രോണുകളായിട്ട് കണക്കാക്കാം. അപ്പോൾ വാഹനത്തിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ഡ്രൈവർ പുറത്തുകൂടി റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരണം. ഈ വരുന്ന വഴിക്കാണ് ഡ്രൈവർ പണികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറിന് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്ന? അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള സോഡിയം അയോണുകൾക്ക് ആനോഡിൽ നിന്നും ആദ്യം ഇലക്ട്രോലൈറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ പറഞ്ഞ സെപ്പറേറ്ററിലെ ആ സെപ്പറേറ്ററിൻ്റെ ഹോളിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തെ ഹൈവേയിലെ ഇലക്ട്രോലൈറ്റിലൂടെ ക്രോസ് ചെയ്ത് അത് കാഥോഡിലേക്ക് ചെല്ലും. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് പൂർത്തിയാകും. ഇങ്ങനെയാണ് ചാർജ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സോഡിയം അയോൺ ബാറ്ററി പ്രവർത്തിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ തീരുമ്പോൾ ബാറ്ററി ഡെഡ് ആവും, അല്ലെങ്കിൽ 0% വോൾട്ടേജ് ആവും. ഇത് റീചാർജ് ചെയ്യണമല്ലോ. റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ആണെങ്കിൽ നമ്മളിതിവിടെ ഉപേക്ഷിക്കും. എവരുടെ സാധാരണ ക്ലോക്കിലേക്ക് ഇടുന്ന ബാറ്ററി അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയുടെ പ്രത്യേകത, നമ്മൾ തിരിച്ചങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി ഇലക്ട്രിസിറ്റി കൊടുക്കാൻ തുടങ്ങും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഇവരെ സെപ്പറേറ്റ് ആക്കും. കാഥോഡിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ സോഡിയം അയോൺ പോസിറ്റീവ് ചാർജ് അവിടെ നിന്ന് ഈ തള്ളൽ കാരണം ഗതികെട്ട് ഇങ്ങനെ ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിച്ച് സെപ്പറേറ്ററിൻ്റെ ഇടയിൽ കൂടെ കയറി വീണ്ടും ആനോഡിലേക്ക് വന്ന് പാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പുറമേ കൊടുത്ത ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ കഴിവ് ഉപയോഗിച്ച്, എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള എനർജി കുറഞ്ഞ ഇലക്ട്രോണുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ചാർജിനെയും ഒക്കെ തന്നെ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി കാഥോഡിനകത്ത് ആ അകത്തുകൂടെ വന്ന ഡ്രൈവറായിട്ടുള്ള സോഡിയം അയോണുകൾക്കകത്ത് കയറ്റി അവിടെ ഇരുത്തും. അങ്ങനെ ഫുൾ എണ്ണോ ഇപ്പുറത്ത് വരും, അയോണും ഇപ്പുറത്ത് വരും, ഇലക്ട്രോണും ഇപ്പുറത്ത് വന്ന് എല്ലാവരും ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി പഴയതുപോലെ ആനോഡിനകത്ത് സോഡിയം ആറ്റം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും ഫില്ലായി ന്യൂട്രലായിട്ട് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറും നമ്മുടെ വാഹനവും വീണ്ടും ആനോഡിലെത്തി എല്ലാവരും ഇങ്ങ് വന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സോഡിയം ആറ്റങ്ങൾ കംപ്ലീറ്റ്ലി ഇങ്ങ് എത്തി. ഇനി അങ്ങോട്ട് മാറ്റാൻ കഴിയാതെ വരുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഫുൾ ചാർജായി. അപ്പോൾ വീണ്ടും ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് ഒഴുകും. നമ്മൾ വീണ്ടും ചാർജ് ചെയ്യുന്നു, തിരിച്ചിപ്പുറത്ത് കൊണ്ടിരുത്തുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, തിരിച്ചപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററികളും പ്രവർത്തിക്കുന്നത്. സാധാരണ മൊബൈൽ ഫോണിലും ഇലക്ട്രിക് കാറിലും ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെയും റീചാർജബിൾ ടെക്നിക്ക് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചില ബേസിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഈ ലിഥിയം അയോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന് കുറേ തവണ ചാർജും ഡിസ്ചാർജും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പരസ്പരം ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാൻ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക ലിഥിയത്തിൻ്റെ രൂപങ്ങൾ ഫോം ചെയ്ത് പരസ്പരം കൂട്ടിമുട്ടി ഷോർട്ട് സർക്യൂട്ട് ആവുകയും അതിൻ്റെ എഫിഷ്യൻസി കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് സോഡിയം അയോൺ ബാറ്ററികൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1970കളിൽ സോവിയറ്റ് ഗവേഷകർ തന്നെയാണ് സോഡിയം അയോൺ ബാറ്ററികളുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ ആ സമയത്ത് കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ലിഥിയം അയോൺ ബാറ്ററികളെക്കുറിച്ചുള്ള ഗവേഷണം പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് സോഡിയത്തേക്കാൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ ഈ കറിയുപ്പിൽ നിന്നൊക്കെ തന്നെ സോഡിയം വേർതിരിക്കാം, അല്ലെങ്കിൽ കടലിൽ നിന്ന് നമുക്ക് സോഡിയം കിട്ടും എന്നുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിലും സോഡിയത്തേക്കാൾ ചെറിയ ആറ്റമാണ് ലിഥിയം. പീരിയോഡിക് ടേബിളിൽ ലിഥിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം മൂന്നാമത്തെ ആറ്റമാണ്. അപ്പോൾ ഹൈഡ്രജനും ഹീലിയവും കഴിഞ്ഞാൽ തൊട്ടടുത്ത ചെറിയ ആറ്റം ലിഥിയമാണ്. അപ്പോൾ ലിഥിയത്തിന് എളുപ്പത്തിന് ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു.
മാത്രമല്ല സോഡിയത്തിനേക്കാൾ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ ആ സമയത്ത് ലിഥിയത്തിൽ ഗവേഷണം നടത്തിയ ഗവേഷകർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ഇന്നാണ് നമ്മൾ പറയുന്നത് ലിഥിയം ഒരുപാട് മൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ കൊബാൾട്ട് നിക്കലൊക്കെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, അതിനൊരുപാട് കുട്ടികൾ ഖനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ഈ തുടക്ക സമയത്ത് ഇതൊക്കെ തന്നെ അത്യാവശ്യം സുലഭമായി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ലിഥിയം അയോൺ ബാറ്ററി ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു വലിയ പരിസ്ഥിതി പ്രശ്നമായി മാറുന്ന രീതിയിലേക്ക് മാറിയത്. അതേസമയം ലിഥിയത്തിൻ്റെ എനർജി ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടും അതിന് ഏറെക്കുറെ മറ്റ് ബാറ്ററികളേക്കാൾ സൈസ് അക്കാലത്ത് കുറവായതുകൊണ്ടുമാണ് വലിയ തോതിൽ അത് അടിച്ചു കയറിയത്. അതേസമയം സോഡിയം അയോൺ ബാറ്ററികൾ ഇപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി കുറവാണ്. അതായത് ഒരേ സൈസുള്ള വെയിറ്റുള്ള ലിഥിയം അയോൺ ബാറ്ററിയും ഒരേ സൈസും വെയിറ്റുമുള്ള സോഡിയം അയോൺ ബാറ്ററിയും എടുത്താൽ രണ്ടിലും കൂടുതൽ ചാർജ് നിൽക്കുന്നത്, കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ലിഥിയം അയോൺ ബാറ്ററികൾക്കാണ് എന്നൊരു പ്രത്യേകതയാണ് പ്രൈമറി സാധനം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൻ്റെ പ്രത്യേകതയാണ്. ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നമുക്ക് ബാറ്ററി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഒരു സാധ്യതയുള്ളൊരു മെറ്റലായിട്ട് വരുന്നത് ലിഥിയം ആയതുകൊണ്ടാണ്. സോ വെല്ലുവിളികൾ ഏറെയുണ്ട്. മാത്രമല്ല ലിഥിയത്തിനകത്ത് ഒരുപാട് റിസർച്ച് നടത്തുകയും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ, ഇലക്ട്രോലൈറ്റുകൾ തുടങ്ങിയവയെക്കുറിച്ച് നല്ല പഠനങ്ങൾ നടത്തുകയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളവ വികസിപ്പിച്ചെടുക്കുകയും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അതിഭയങ്കരമായിട്ട് അടിച്ചു കയറുമ്പോൾ സോഡിയം അയോൺ ബാറ്ററികൾക്കകത്തുള്ള സാധ്യതകളെ പഠിച്ചു തുടങ്ങാൻ ലേറ്റായി. മാത്രമല്ല ഈ പൊട്ടിത്തെറിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില ഡിസൈനുകളിൽ ലിഥിയം അയോൺ ബാറ്ററി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിനകത്ത് തന്നെ എത്രത്തോളം ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഹെഡ്സെറ്റ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ടാബ് ഉണ്ട്, ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. സകലമാനം റീചാർജ് ചെയ്യുന്ന സാധനങ്ങൾക്കകത്ത് ഇതുണ്ട്. അതേസമയം സോഡിയം അയോൺ ബാറ്ററിക്ക് താരതമ്യേന പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ലിഥിയം അയോൺ ബാറ്ററി കുറേ ചാർജ് ചെയ്യുമ്പോൾ ഒരു 2000 സൈക്കിളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും. അത് ലിഥിയത്തിനകത്ത് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ ബാറ്ററിക്കകത്ത്, അതുകൊണ്ടാണ്. സോഡിയം അയോൺ ബാറ്ററികൾക്ക് ആ ഒരു വെല്ലുവിളി ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ടെങ്കിലും ലൈഫ് സൈക്കിളും മറ്റു കാര്യങ്ങളും താരതമ്യേന കുറവായിരുന്നു. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററികളേക്കാൾ നന്നായിട്ട് ഒരുപാട് തവണ ചാർജ് ചെയ്യാൻ പറ്റുന്ന സോഡിയം അയോൺ ബാറ്ററികളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പദാർത്ഥങ്ങളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വലിയ ചിലവ് ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഖനികളിൽ പോയി കെമിക്കൽസൊക്കെ പുറത്തു വരുന്ന രീതിയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യാതെ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ സോഡിയം അയോൺ ബാറ്ററികൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വിപ്ലവമാണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡാറ്റാസും വിവരങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് ഇത് മൊബൈലിലും കാറിലും വരുമെന്നല്ല. നമ്മൾ കണ്ടെത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്താലും ആദ്യം നമ്മുടെ വീട്ടിലെ ഈ ഇൻവെർട്ടറുകളുടെ സ്ഥാനത്തും അതുപോലെ തന്നെ പകൽ സമയത്ത് സോളാർ എനർജി സ്റ്റോർ ചെയ്യാനും വലിയ രീതിയിലുള്ള ബാറ്ററി സംവിധാനങ്ങളിലും ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുക. പിന്നെ വീണ്ടും റിസർച്ചുകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ വില കുറഞ്ഞതായാലും എളുപ്പത്തിൽ കിട്ടുന്ന സോഡിയം കൊണ്ട് ഉണ്ടാക്കുന്നതായാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ആൾറെഡി ലിഥിയം അയോൺ ബാറ്ററി നമ്മുടെ വിപണികൾ പിടിച്ചടക്കി കഴിഞ്ഞു. ചൈനയ്ക്ക് അതിൽ വലിയൊരു മേൽക്കൈയുണ്ട്, 50% ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു അപ്രമാദിത്വം നശിപ്പിക്കാൻ തയ്യാറാകില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലിഥിയം അയോൺ ബാറ്ററിയേക്കാൾ ബെറ്റർ ആവാൻ ഇനിയും സോഡിയം അയോൺ ബാറ്ററികൾക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ചൈന ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സോ ഇതൊരു പ്രതീക്ഷയാണ്. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടെത്തലാണ് വന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററികൾ പോലെയുള്ള ലിഥിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ലിഥിയം ഖനികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറാനും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഇലക്ട്രിക് കാറുകളും വാഹനങ്ങളും ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ ചാർജിങ് സൈക്കിളുകൾ, ഇപ്പോൾ ഉണ്ടാക്കിയത് ഏകദേശം 3000 ചാർജിങ് സൈക്കിളുകൾ നിൽക്കുമെന്നും ഏകദേശം 6 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകുമെന്നും പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പ്രൂവായ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോസിൽ ഇന്ധനങ്ങളെ അവോയ്ഡ് ചെയ്ത് പുനരുപയോഗ സാധ്യതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്നതിൻ്റെ അകത്തും മലിനീകരണം കുറയ്ക്കാൻ കഴിയും. അല്ലാതെ നമ്മളീ പറയുന്ന ഇലക്ട്രിക് കാറുകൾക്കകത്ത് തന്നെ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയും അതിൻ്റെ പ്രൊഡക്ഷനിലും ഒരുപാട് കാർബൺ ഇപ്പോഴും പുറത്തു വിടുന്നുണ്ട്. അതിനെയൊക്കെ കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ കാർബൺ ന്യൂട്രലായിട്ടുള്ള ഒരു എക്കോണമിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ എന്നുള്ള വസ്തുതയുണ്ട്. അതിന് ഇന്ത്യക്കാർ നേടിയൊരു നേട്ടമായിട്ട് തന്നെ ഞാനിതിനെ കണക്കാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എന്തായാലും വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.